മംഗൾ ഭാരതിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയെ കാർന്നു തിന്നുന്ന മത തീവ്രവാദം. രാജ്യത്തിനൊപ്പം ആരൊക്കെ? ഭാരതത്തിനും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷത്തിനിടയിൽ 16ഓളം യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നു. BBC-ക്ക് ഇന്ത്യ വാണിംഗ് കൊടുത്തിരിക്കുന്നു. 15ഓളം പേർ കാശ്മീരിൽ പഹൽഗാം സംഭവത്തിൽ സഹായം ചെയ്തതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരിൽ ചിലരുടെ വീടുകൾ IED ഉപയോഗിച്ച് തകർത്തു കളഞ്ഞു. പലരും പാകിസ്ഥാൻ്റെ പക്ഷം ചേർന്ന് പോസ്റ്റുകളും പ്രസ്താവനകളുമായി വരുന്നു. ഇത് BJP തന്നെ ചെയ്തതാണെന്ന് പറയുന്ന വിവരദോഷികളുമുണ്ട്. ഇത് ഇൻ്റലിജൻസ് ഫെയില്യുവർ എന്ന് പറയുന്നവരുമുണ്ട്. ഇസ്ലാമിക തീവ്രവാദികൾ നിരപരാധികളായ 28 ഭാരതീയരെ ഹിന്ദുവെന്ന ഒറ്റ കാരണത്താൽ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നതിനെ അപലപിക്കാതെ അതിൽ രാഷ്ട്രീയം കലർത്തി തീവ്രവാദികളുടെ പക്ഷം ചേരുന്നത് രാജ്യദ്രോഹ നടപടിയാണ്. തീർത്തും അപലപനീയമാണ്. കാശ്മീർ ഇന്ന് ശാന്തമാണ്. 90% തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളായ പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്തും നാടുകടത്തിയും മുസ്ലിം ഭൂരിപക്ഷം ആധിപത്യം നേടിയ ഒരു സ്ഥലത്ത് പഴയ തീവ്രവാദത്തിൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടാവുക സ്വാഭാവികം. അവരുടെ സഹായത്താൽ പാക് സൈന്യം ഭീകരത അഴിച്ചുവിട്ടതിൽ അപലപിക്കേണ്ടത് തീവ്രവാദികൾക്ക് സഹായം ചെയ്തു കൊടുത്ത തദ്ദേശീയരെയാണ്. പഹൽഗാം പിക്നിക്കിനായി തുറന്നുകൊടുത്തത് കാശ്മീർ സർക്കാരാണ്. ഇത് പട്ടാളത്തെയോ കേന്ദ്രത്തെയോ അറിയിക്കുകയുണ്ടായില്ല. അടിയന്തരമായി രഹസ്യമായി എടുത്ത തീരുമാനത്തിന് പിന്നിൽ വല്ല ഗൂഢാലോചനയും ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള അടിയന്തര കാര്യം പഹൽഗാം തീവ്രവാദത്തിനുള്ള പ്രതിക്രിയയാണ്. ഇതിൽ പങ്കെടുത്ത 5 തീവ്രവാദികൾ ഏതു പാതാളത്തിൽ പോയി ഒളിച്ചാലും അവന്മാരുടെ വിധി എഴുതി കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമില്ല. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ വിധിയും എഴുതി കഴിഞ്ഞു. അതിൻ്റെ ഒന്നാം ഘട്ടമാണ് സിന്ധു നദിയിലെ ജലം നിർത്തിവെച്ചതും നദിയുടെ ജലം തുറന്നുവിട്ട് POKയിൽ പ്രളയം സൃഷ്ടിച്ചതും. ഇതൊരു തുടക്കമാണ്. സിന്ധു നദിയുടെ ജലം തടഞ്ഞതോടെ സിന്ധ് പ്രവിശ്യയിലെ കൃഷിയെ പൂർണ്ണമായും ബാധിച്ചു. ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ പാർട്ടി പഞ്ചാബ് പ്രവിശ്യയിൽ ഭരണം നടത്തുന്നു. സിന്ധ് പ്രവിശ്യയിൽ ബിലവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഭരണം നടത്തുന്നു. ഇവർ രണ്ടും ചേർന്നാണ് പാകിസ്ഥാന് ഭരണം നടത്തുന്നത്. പഞ്ചാബ് പ്രവിശ്യയ്ക്ക് ആവശ്യമായ ജലം സിന്ധ് പ്രവിശ്യയിൽ നിന്ന് ലഭിക്കുന്നതിനായി 5 കനാലുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ പ്രധാനമന്ത്രി എടുത്തതോടെ സിന്ധ് പ്രവിശ്യയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി. സിന്ധു നദിയിലെ ജലം ലഭിക്കാതെ വളഞ്ഞിരിക്കുന്ന ജനത്തിന് അവശേഷിക്കുന്ന ജലം ഊറ്റിയെടുക്കാനുള്ള ഷഹബാസിൻ്റെ നീക്കത്തെ ജനം തെരുവിൽ പ്രതിഷേധിച്ചു. പോലീസ് വാഹനങ്ങൾ കത്തിച്ചു. ഹൈവേ തടസ്സപ്പെടുത്തി. ഇതാണ് ജലയുദ്ധം. 10 കോടി ആളുകളുടെ ജീവനാഡിയായിരുന്ന സിന്ധു നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതോടെ കലാപം ആരംഭിച്ചു. മൗലാനയും പട്ടാളവും നെട്ടോട്ടം ഓടിത്തുടങ്ങി. മോദിജിയുടെ യുദ്ധതന്ത്രം പാകിസ്ഥാനിൽ കാട്ടുതീ പോലെ വ്യാപിച്ചു. ആഭ്യന്തര കലാപം യുദ്ധമുഖത്ത് നിൽക്കുന്ന പാകിസ്ഥാനെ കൂടുതൽ ദുർബലപ്പെടുത്തും. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പാകിസ്ഥാൻ പ്രേമികളുടെ എണ്ണം പെരുകുന്നു. അവർക്കെതിരെ നിയമ നടപടികൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം. ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ശത്രുരാജ്യത്തെ വെള്ളപൂശുന്ന രാജ്യദ്രോഹികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. UPയിൽ പാകിസ്ഥാൻ അനുകൂല പോസ്റ്റ് ഇട്ടതിന് 2 പേരെ അകത്താക്കിയിട്ടുണ്ട്. അസീം മുനീർ എവിടെയാണ്? പാക് സൈന്യത്തലവൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഒളിവിലാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നോട്ടീസ് പതിച്ചിരിക്കുന്നു. അസീം മുനീർ പരേഡിനായി പാക് ഡിഫൻസ് അക്കാഡമിയിൽ പോയിരിക്കുന്നുവെന്ന്. ഒരു പരേഡിൻ്റെ സമയം 2.5 മണിക്കൂർ മാത്രമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പരേഡ് നീണ്ടുപോകുന്നത് അതിശയമാണ്. ചിലർ പറയുന്നത് ന്യൂജേഴ്സിയിൽ തൻ്റെ കുടുംബത്തോടൊപ്പം ഒളിച്ചോടിയെന്നാണ്. ചിലർ പറയുന്നത് ഏതോ ബങ്കറിൽ ഒളിച്ചെന്നാണ്. അസീം മുനീർ റിസൈൻ ചെയ്തെന്ന തിയറിയും വരുന്നു. ഭക്ഷണത്തിന് ആട്ടയില്ല. ഭരണം നടത്താൻ പണമില്ല. വെള്ളം കുടികൂടി മുട്ടിയതോടെ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ചാനലുകളിൽ ഇതൊക്കെ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകളാണ്. പഹൽഗാം സംഭവത്തിൻ്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് പാക് സൈനിക തലവൻ അസീം മുനീർ ആണ്. ഈ ദുരന്തത്തിന് കാരണക്കാരൻ അസീം മുനീർ ആണെന്ന് പാകിസ്ഥാൻ ഒന്നടങ്കം പറയുന്നു. പാക് ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഹാഫിസ് സയ്യിദിനെ രാജ്യത്തിന് ഭരണം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് മുനീർ മുങ്ങിയിരിക്കുന്നു. പാക് പ്രതിരോധ മന്ത്രി കൂടി മുങ്ങിയതോടെ നാഥനില്ലാ കളരിയായി പാക് ആർമി. പാകിസ്ഥാനിൽ 35,000 രജിസ്റ്റേർഡ് മദ്രസകളുണ്ട്. അതിൻ്റെ 2 ഇരട്ടി അൺരജിസ്റ്റേർഡ് മദ്രസകളുണ്ട്. ഇതാണ് തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെൻറ്റർ. പാകിസ്ഥാൻ ആർമിയുടെ ഒഫീഷ്യൽ മോട്ടോ ജിഹാദാണ്.
ഇതിനായി മദ്രസയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരാണ് കൊല്ലാനും ചാവാനുമായി വരുന്നത്. ഇവരെല്ലാം സാധാരണക്കാരാണ്. ഇതിൽ സമ്പന്ന കുടുംബത്തിലെ ഒരാൾ പോലും ഉണ്ടാവില്ല. പട്ടാള മേധാവിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മക്കൾ വിദേശത്ത് പഠിച്ച് അവിടെ സെറ്റിലാവും. സാധാരണക്കാരനായ പാകിസ്ഥാനികൾക്ക് പൊതുവിദ്യാഭ്യാസം നൽകാതെ മദ്രസകളിൽ പഠിപ്പിച്ച് ജിഹാദികളാക്കും. ആ പാവങ്ങൾ സ്വർഗത്തിലെ 72 ഹൂറികളെ സ്വപ്നം കണ്ട് പൊരുതി മരിക്കുകയും ചെയ്യും. കഷ്ടമാണിത്. POKയിൽ ക്യാമ്പ് ചെയ്തിരുന്ന തീവ്രവാദികൾ നെട്ടോട്ടം തുടങ്ങി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് 7 ക്യാമ്പ് ചെയ്തിരുന്ന തീവ്രവാദികൾ മുങ്ങി. പാകിസ്ഥാൻ ആർമിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ മുങ്ങിയത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: പാകിസ്ഥാനിൽ ജിഹാദികളും പട്ടാളവും ഒന്നുതന്നെയാണ്. ഇത് ജിഹാദിസ്ഥാനാണ്. ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ സൃഷ്ടിച്ചവർ കഴിഞ്ഞ 78 വർഷങ്ങളായി ഭാരതത്തിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന അജണ്ടയുമായി നടക്കുന്ന ജിഹാദികൾക്ക് ജന്മം കൊടുക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും പാക് ചാരസംഘടനയായ ISIയും അതിൻ്റെ തലവൻ കൂടിയായ പട്ടാള മേധാവി അസീം മുനീറുമാണ്. കാലം തെറ്റി പെയ്ത മഴയെന്ന് പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞത് ജിഹാദികൾ അറിഞ്ഞില്ലെന്നുണ്ടോ? പറഞ്ഞത് പ്രവർത്തിക്കുന്ന മോദിജിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. 28 നിരപരാധികളെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയവന്മാരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെയും മണ്ണിൽ ലയിപ്പിക്കുമെന്നാണ് മോദിജി പറഞ്ഞത്. വരും ദിവസങ്ങൾ അതിന് സാക്ഷിയായിരിക്കും. ജിഹാദിന് അന്ത്യം കുറിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിനിടയിൽ പാക് പ്രധാനമന്ത്രിയെ പാകിസ്ഥാനിലെ മിലിറ്ററി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്ന വാർത്തയും വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.